വെൽക്കം ബാക്ക് ഡോക്ടർ ടോക്സ്. LSG വേഴ്സസ് DC ഒരു സമാധാനപരമായ മത്സരമായിരുന്നു അല്ലേ? വലിയ ഒച്ചയും ബഹളം ഇല്ലാതെ ഉള്ളൊരു മത്സരം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഐക്കൺ പ്ലേയേഴ്സ്, അതായത് ഋഷഭ് പന്തിന്റെയും അതുപോലെ KL രാഹുലിന്റെയും ഫോർമർ ടീമുകൾക്കെതിരെ അവർ പോരാടുന്ന അങ്ങനത്തെ ഒരു ഇത് പ്രത്യേകതയോടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഡൽഹിക്കാണ് ടോസ് കിട്ടിയത്. അപ്പോൾ അവർ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ആ തീരുമാനം പാളിയ പോലെ തന്നെയായിരുന്നു. കാരണം നമുക്കറിയാം LSG ഓപ്പണേഴ്സ് അവർ രണ്ടുപേരും വളരെ മികച്ച ഫോമിലാണ്. എസ്പെഷ്യലി മാർക്കറായാലും മാർഷായാലും വളരെ നല്ല രീതിക്ക് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 8-9 ഓവർ വരെ വളരെ നല്ല രീതിക്ക് ഇന്നിങ്സ് പോകുന്നു. ഏകദേശം 9 ഓവർ തന്നെ ആ ടീം ഏകദേശം 10 ഓവറിൽ തന്നെ 90-അടുത്ത് റൺസ് വരികയാണ് ടീമിന്. വളരെ മികച്ചൊരു സ്റ്റാർട്ട്. പക്ഷെ ആ സമയത്ത് പിന്നീട് അപ്പോഴാണ് മാർക്കറത്തിന്റെ വിക്കറ്റ് അവിടെ പോകുന്നത്. അവിടെ ചമീര മാർക്കറത്തിന്റെ വിക്കറ്റ് എടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് വരാനുള്ളത് പൂരനാണ്. അപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം അക്സർ പട്ടേലിന്റെ ഒരു തീരുമാനമാണ്. കാരണം അക്സർ പട്ടേൽ മിച്ചൽ സ്റ്റാർക്കിന് അതുവരെ ഒരു ഓവറേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പവർ പ്ലേയിൽ. മിച്ചൽ സ്റ്റാർക്കിനെ അവിടെ പൂരന് വേണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു. അതുപോലെ അക്സർ പട്ടേൽ തന്റെ ഓവറുകളൊക്കെ ഓൾറെഡി എറിഞ്ഞ് തീർക്കുകയും ചെയ്തു. കാരണം നിക്കോളാസ് പൂരന്റെ അടുത്തോട്ട് അക്സർ പട്ടേൽ ചെന്ന് കഴിഞ്ഞാൽ പൂരൻ തിന്നുകളയും പിടിച്ചിട്ട്. അപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് വരുന്നു. ആസ് യൂഷ്വൽ പൂരനെതിരെ മികച്ച റെക്കോർഡുള്ള ബൗളറാണ് മിച്ചൽ സ്റ്റാർക്ക്. ഇന്നലെയും അതിന് മാറ്റമൊന്നുമില്ല. പൂരനെ ക്ലീൻ ബൗൾഡ് ആക്കുകയാണ്. പൂരൻ കൂടി പോകുന്നതോടെ LSG ഒന്ന് സമ്മർദ്ദത്തിലാവാണ്. കാരണം ഏകദേശം 10 ഓവറിൽ നിന്ന് 90-അടുത്ത് റൺസ് വന്നിട്ട് പിന്നീട് 16 ഓവറാകുമ്പോൾ 130 റൺസ് പോലും ആയിട്ടില്ല ടീമിന്. 124 പിന്നീട്. അപ്പോൾ അത്രത്തോളം സ്ട്രഗിള്. കാരണം 2 വിക്കറ്റ് പോയിട്ടുള്ളൂ. സ്റ്റിൽ നമുക്കറിയാം ഒരു ടോപ്പ് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീമിൻ്റെ അവസ്ഥ. പിന്നീട് മിച്ചൽ മാർഷ് ഔട്ടാവുന്നു. പിന്നീട് മുകേഷ് കുമാർ ഒരു ഓവറിൽ തന്നെ സമതിനെയും അതുപോലെ മിച്ചൽ മാർഷിനെയും പുറത്താക്കുകയാണ്. പിന്നീട് ആയുഷ് ബഡോണിയും മില്ലറും ഈ 2 പേരെ അവിടെ കാഴ്ചക്കാരാക്കി നിർത്തി DC വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുകയാണ്. കാരണം മില്ലറൊക്കെ എനിക്കൊന്ന് 15 ബോളിൽ നിന്ന് 14. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒരു വേസ്റ്റ് ഇന്നിങ്സുകളിലൊന്നാവും IPL തന്നെ. കാരണം അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈം ഏകദേശം കഴിഞ്ഞിരിക്കുക തന്നെയാണ് തോന്നുന്നത് ആ ഒരു ഇന്നലത്തെ ഇന്നിങ്സ് കണ്ടിട്ട്. ബഡോണിയുടെ ഒരു രക്ഷാപ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഇതിനും താഴെ ഒരു സ്കോറിലേക്ക് LSG പോയേനെ. എന്തായാലും ഡൽഹി ബോളേഴ്സ് ആസ് യൂഷ്വൽ നല്ല രീതിക്ക് പന്തെറിഞ്ഞു. മുകേഷ് കുമാർ ഇന്നലെ 4 ഓവറിന് വെറും 33 റൺസ് മാത്രം വഴങ്ങി. ക്രൂഷ്യലായിട്ടുള്ള 3 വിക്കറ്റ്സ് എടുക്കുകയുണ്ടായി. അതുപോലെ കുൽദീപ് യാദവ്, മിച്ചൽ സ്റ്റാർക്ക്, അക്സർ പട്ടേൽ എല്ലാവരും നല്ല രീതിക്ക് തന്നെ പന്തെറിഞ്ഞു. വിപ്രാജ് മാത്രമാണ് ഒരു ഓവറിന് ഏകദേശം 10-14 റൺസ് വഴങ്ങിയപ്പോൾ അദ്ദേഹം പിന്നീട് എറിഞ്ഞില്ല. ലാസ്റ്റ് 2 പന്ത് നമ്മുടെ താരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ ഋഷഭ് പന്ത് എന്തിനാണ് ഇങ്ങനെ ഈ ധോണി ചെയ്യുന്നത്? ഇനിയിപ്പോ ആരും പോകാനില്ല എന്നൊരു ഘട്ടത്തിൽ പുള്ളി വന്ന് എന്നാലും സത്യം കോമഡി മൊമെന്റ് ആയിരുന്നു എനിക്ക്. കാരണം മൊത്തത്തിൽ പുള്ളിയുടെ ക്യാപ്റ്റൻസി ഒക്കെ ഭയങ്കര രസമായിരുന്നു. അല്ല, എനിക്ക് ആ ബാറ്റിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഫസ്റ്റ് ബോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വരുന്നു, അത് മിസ്സാവുന്നു. സെക്കൻഡ് ബോൾ ഔട്ട്, ഒരു റിവേഴ്സ് സ്വീപ്പിന് ശ്രമിക്കുന്നു, അത് സ്റ്റിക്ക്. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഷെഫന്ന്. എന്തായാലും അവൻ 159 എന്നുള്ളൊരു സ്കോർ, അത് വളരെ ചെറിയ സ്കോറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയൊരു സ്കോറാണ്. എസ്പെഷ്യലി ഋഗ്വേഷ് രതി അല്ലാതെ വേറെ ആരും, അല്ലെങ്കിൽ ഋഗ്വേഷ് രതി, ആവേശ് ഖാൻ അല്ലാതെ വേറെ ആരും മികച്ച രീതിയിൽ പന്തെറിയുന്ന ആളുകളില്ല, എക്കണോമിക്കലായിട്ട് പന്തെറിയുന്ന ആളുകളില്ല LSG സൈഡിൽ. അപ്പോൾ ഈ 2 പേരെ മാത്രം വെച്ചിട്ട് ആ സ്കോർ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. വളരെ ഈസിലി, വളരെ കാമായിട്ട്, ഒട്ടും പ്രഷറില്ലാതെ, വളരെ കൂളായിട്ട്, എതിരാളികൾക്ക് ഒരു ഘട്ടത്തിൽ പോലും ഒരു മുൻതൂക്കം കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് ഡൽഹി അത് ചേസ് ചെയ്തെടുക്കുന്ന കാഴ്ച. തുടക്കം കരുൺ നായരെ പെട്ടെന്ന് തന്നെ പുറത്തായെങ്കിലും പിന്നീട് രാഹുലും പോറലും കൂടി വളരെ സോളിഡായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. പോറൽ 50 തയ്ക്കുന്നു. അദ്ദേഹത്തിന് വിക്കറ്റ് പോകുമ്പോഴും ഒരു പ്രഷർ അവിടെ വരുന്നില്ല. പിന്നീട് അക്സർ വരുന്നു. അക്സറും KL രാഹുലും കൂടി ഈസിലി ആ സ്കോർ അടിച്ചെടുക്കുകയാണ്. ഏകദേശം റൺ ബോൾ സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഒരു 10 ഓവറിൽ തന്നെ ഏകദേശം 100 സ്കോർ വന്നായിരുന്നു ഡൽഹിക്ക്. പിന്നെ ഒരു റൺ ബോൾ സിറ്റുവേഷൻ ആയിരുന്നു. അത് വളരെ ഈസി ആയിട്ട് അവർ അച്ചീവ് ചെയ്യുന്ന ഒരു ടാർഗറ്റ്. അതിനിടയ്ക്ക് ക്യാച്ചൊക്കെ ഇട്ട് സഹായിച്ചു LSG ഫീൽഡേഴ്സ്. അപ്പോൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ടീമാണ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ കൂടുതലായിട്ട് ക്യാച്ച് ഡ്രോപ്പുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ ഡ്യൂ ഫാക്ടർ ആണോ എന്താണെന്ന് അറിയില്ല. ഈ IPL ആണെന്ന് തോന്നുന്നു കൂടുതൽ ഇത്തരത്തിലുള്ള ക്യാച്ച് ഡ്രോപ്പുകൾ ഒരുപാട് കാണുന്നുണ്ട്. മുകേഷ് കുമാർ ഇന്നലെ 4 ഓവറിന് വെറും 33 റൺസ് മാത്രം വഴങ്ങി 4 ക്രൂഷ്യൽ വിക്കറ്റുകൾ. അദ്ദേഹം തന്നെയാണ് ഇന്നലത്തെ പ്ലെയർ ഓഫ് ദ മാച്ച്. അതുപോലെ KL രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വളരെ മികച്ചൊരു ദിവസം. അദ്ദേഹം IPL 5000 റൺസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറായിട്ട് മാറിയേക്കാണ്, ആ ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കാണ്. അപ്പോൾ നമുക്കറിയാം വിരാട് കോഹ്ലി, സുരേഷ് റെയ്ന, രോഹിത് ശർമ്മ, AB ഡി വില്ലിയേഴ്സ്, അങ്ങനെ കുറച്ച് ലെജൻഡറി പ്ലേയേഴ്സ് മാത്രമുള്ള ലിസ്റ്റിൽ അദ്ദേഹം കയറി പറ്റിയിരിക്കുകയാണ്. കൂടാതെ വാർണറിനെ മറികടന്ന് ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തയ്ക്കുന്ന ബാറ്ററായിട്ട് അദ്ദേഹം മാറിയേക്കാണ്. ഏകദേശം 130 ഇന്നിങ്സുകളിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. പിന്നെ ഏകദേശം 44ാമത്തെ 50 IPL അദ്ദേഹം അടിക്കുന്നത്. അതും 130ഓളം ഇന്നിങ്സ് മാത്രമേ എടുത്തുള്ളൂ. രോഹിത് ശർമ്മയാണ് അദ്ദേഹത്തിന് മുകളിലുള്ളത് 46 50കളായിട്ട്. അത് ഏകദേശം അതിൻ്റെ ഇരട്ടി 259ഓളം ഇന്നിങ്സുകളിൽ നിന്നാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ KL രാഹുൽ എന്ന് പറയുന്ന പ്ലെയർ IPL ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മതി. അപ്പോൾ ഇനിയും ഒരുപാട് നാളിൽ അദ്ദേഹം കളിക്കാം, ഈ ഫോമിൽ തന്നെ കളിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ റെക്കോർഡും അദ്ദേഹത്തിന് തൂക്കാൻ പറ്റിയ IPL ആണ്. അത്രത്തോളം ഒരു കൺസിസ്റ്റൻസി ഉള്ളൊരു പ്ലെയറാണ് അദ്ദേഹം. എനിവേ അദ്ദേഹത്തിന് ഇന്നലെ ഒരു മധുരപ്രതികാരത്തിൻ്റെ കൂടി ദിനം. എല്ലാം കൊണ്ടും ഡൽഹി ഇപ്പോൾ പോയിന്റ് ടേബിളിൻ്റെ ടോപ്പിലെത്തിയേക്കാണ്. LSG നമുക്കറിയാം, അവർ ഏകദേശം 8 പോയിന്റുകളുണ്ട്. 4 കളികൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും
അവരൊരിക്കലും ഒരു കംപ്ലീറ്റ് ടീം ഗെയിം അല്ല അവരുടെ ഭാഗത്ത് നിന്ന് വന്നത്. അത് ഏതായാലും ഇൻഡിവിജ്വൽ ഇപ്പോൾ പൂരനായാലും മാർഷായാലും മാർക്കറോ ആയാലും അല്ലെങ്കിൽ ഋഗ്വേഷ് രതി അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിൻ്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഇപ്പോൾ ആവേശ് ഖാൻ അങ്ങനത്തെ ഒരു മികവിലാണ് ജയിച്ചു പോകുന്നത്. വോൾ ടീമായിട്ട് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് പരാജയം തന്നെയാണ് LSG സീസണിൽ. സംഭവം ചെന്നൈയുടെ പോലെ രാജസ്ഥാൻ്റെ പോലെ ഒരിക്കലും ലാസ്റ്റ് കിടക്കുന്ന ടീമല്ല. സ്റ്റിൽ അവരുടെ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുറേ കളിയൊക്കെ ഒരു ലക്ക് ഫാക്ടർ അവരെ തുണച്ചിട്ട് അവർ ജയിച്ചു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ മുംബൈക്കെതിരെയൊക്കെ ആയാലും മുംബൈക്കെതിരെ ഷർദുൽ ഠാക്കൂർ മികച്ച രീതി പന്തെറിഞ്ഞു, അല്ലാന്നല്ല, പക്ഷേ ഒരു ലക്ക് ഫാക്ടർ ഭയങ്കരമായിട്ടുള്ള ക്യാപ്റ്റൻസിയുടെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എടുത്തു പറയാം അക്സൽ പട്ടേലിന്റെ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാവരും പുള്ളിനെ ആദ്യമായിട്ട് ക്യാപ്റ്റനായപ്പോൾ ഇയാൾക്ക് കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഭയങ്കര ഇതിൽ അത് ഡീൽ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ പുള്ളി തന്നെ ബാറ്റിങ്ങിനെ ബോളിങ്ങിലായാലും പോലും പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും പെർഫോമൻസും ആള് സഹായിക്കേണ്ട ടീമിനെ നല്ല രീതിയിൽ. അതെ, ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസി അത് ഡൽഹിയിലായാലും ഇപ്പോൾ നിലവിൽ ഇങ്ങോട്ട് LSGയിലോട്ട് വരുമ്പോൾ അത് ബിലോ പാറാണ്. ഒരിക്കലും ഒരു ഗുഡ് ക്യാപ്റ്റൻ പോലും അല്ല ഋഷഭ് പന്ത്. ഋഷഭ് പന്തിന്റെ പല തീരുമാനങ്ങളും പലപ്പോഴും തെറ്റുന്നതാണ്. അവർ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഡിസിഷൻസും കാണാം. അക്സർ പട്ടേലിനെ സംബന്ധിച്ച് അക്സർ പട്ടേലിനോട് KL രാഹുലിന്റെ ഒരു സപ്പോർട്ട് കൂടിയുണ്ട്. KL രാഹുൽ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ പോലും ഒരു സപ്പോർട്ട് കൂടിയുണ്ട്. പിന്നെ അദ്ദേഹം കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഋഷഭ് പന്തിനെ സംബന്ധിച്ച് അവിടെ ഒരു സപ്പോർട്ട് പോലും അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ പോരാതെ പുള്ളിയുടെ പണി ശരിക്കും എടുക്കുന്നില്ല. അപ്പോൾ ആസ് എ ബാറ്റർ എന്ന രീതിയിൽ അദ്ദേഹം ഈ സീസൺ കംപ്ലീറ്റ് ഫ്ലോപ്പാണ്. പിന്നെ കീപ്പിംഗ് ഒരുപാട് മിസ് വരുന്നു. പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് മികച്ച ബോളിംഗ് ഓപ്ഷൻസ് പോലും ഇല്ല. ഒരു നല്ലൊരു പേസ് ബോളർ പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രഷർ, പിന്നെ മാനേജ്മെന്റ് പ്രഷർ, ചിലപ്പോൾ എല്ലാം കൊണ്ടും ഋഷഭ് പന്തിന് ഒരു പോസ്റ്റ് സീസണായിട്ട് മാറിയേക്കാണ്. പൊതുവെ ഋഷഭ് പന്ത് വളരെ കൂളാണ്. അത് ഗ്രൗണ്ടിലായാലും നമ്മളെല്ലാം എപ്പോഴും കാണുന്നതാണ്. വളരെ ചിരിച്ചൊരു മുഖത്തോടു കൂടി നിൽക്കുന്ന ആളാണ് ഋഷഭ് പന്ത്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഔട്ടായപ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പ്ലെയറാണ് ഋഷഭ് പന്ത്. പക്ഷേ ഇന്നലെ ആദ്യമായിട്ടാണ് ഞാൻ ഋഷഭ് പന്തിനെ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകുന്നത്. അതുപോലെ ഋഷഭ് പന്ത് ബാറ്റിങ്ങിന് വൺ ഡൗൺ ഇറങ്ങിയ പ്ലെയറാണ് ഋഷഭ് പന്ത്. അപ്പോൾ ബാറ്റിങ്ങിന് ഇറങ്ങാനായിട്ട് വളരെ വൈകുന്നു. എനിക്ക് തോന്നുന്നു ആയുഷ് ബഡോണിയേക്കാളൊക്കെ വളരെ മികച്ചിട്ടാണ് ഋഷഭ് പന്ത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു 19-18 വയസ്സിൽ അദ്ദേഹം IPL കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് എബിലിറ്റി എന്താണെന്നുള്ളത്. പക്ഷേ ആ ഋഷഭ് പന്ത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രൈം ഏജിൽ ഇങ്ങനെ ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കുന്നവർ. പക്ഷേ ആ ആക്സിഡൻ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലിനൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. എനിവേ എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ അദ്ദേഹം തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും പഴയ കഥകളൊക്കെ ഒന്നും ഈ സാധനമില്ല. പഴയ ടീമുകളൊക്കെയാണ് പടിയിൽ കിടക്കുന്നത്, പുതിയവരാണ് മുകളിലും. അപ്പം നന്നായി കളിച്ചാൽ തന്നെ മുകളിലെത്തുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യുക.